നിങ്ങളിപ്പോൾ കണ്ടത് ഒരു പ്രമുഖ കോണ്ടന്റ് ക്രിയേറ്ററായ അഖിൽ എൻ.ആർ.യുടെ വൈഫ് ഒളിച്ചോടുന്ന രംഗമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, മാറ്ററൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എനിക്കിതല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടിരിക്കുന്നത് ഈ ഒളിച്ചോട്ടമാണ്. നേരത്തെയൊക്കെ കല്യാണം കഴിക്കാത്തവരായിരുന്നു ഈ ഒളിച്ചോടുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, കല്യാണം കഴിച്ചവരാണ് ഇപ്പം ഈ ഒളിച്ചോടുന്നത്. അഖിൽ എൻ.ആർ.ഡി എല്ലാവർക്കും അറിയാം, പ്രമുഖ ഒരു യൂട്യൂബറാണ്, കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഈ പറയുന്ന ഈ പെൺകുട്ടിയും ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഇൻസ്റ്റയിലൊക്കെ നന്നായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. നല്ല രസിപ്പിക്കുന്ന വീഡിയോസൊക്കെയാണ് ഈ അഖിൽ എൻ.ആർ.ഡി ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും ഭയങ്കര ഇൻറ്റിമസി നിറഞ്ഞിട്ടുള്ള, ഇവരുടെ ലൈഫ് എത്ര ഹാപ്പിയാ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇവരിട്ടിട്ടുള്ളത്. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ആ. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. ആ. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. സ്മാർട്ടാണ്, കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ റീൽ അല്ല റിയൽ എന്ന് പറയില്ലേ, അത് കറക്റ്റ് ആണ്. നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഏതെങ്കിലും സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? വരുമായിരിക്കും. ചേച്ചിക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ടോ? ചേച്ചിക്ക് ആഗ്രഹമില്ല, ചേട്ടനാണ് ആഗ്രഹം. അപ്പൊ നടക്കട്ടെ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പലരുടെയും ലൈഫ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കതിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കറക്റ്റ് ആണെന്ന്. ഈ കാണുന്ന പോലൊന്നും അല്ല. പക്ഷേ ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇവർ തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്, ഇവർ സ്നേഹിച്ച് ഒന്നായവരാണ്, ഈ സ്നേഹിച്ച് കിട്ടുന്നവരിലാണ് കൂടുതൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ പെൺകുട്ടിക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു? ഇപ്പോൾ ഇവർ ഈ അഖിൽ എൻ.ആർ.യെ ഉപേക്ഷിച്ചതോ മറ്റൊരു ലൈഫ് തിരഞ്ഞെടുത്തതോ ഒന്നുമല്ല. അതൊരു തെറ്റാണെന്നൊന്നും നമ്മൾ പറയത്തില്ല. കാരണം ഈ പിന്നെ കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയത്തുള്ളൂ എന്ന് പറയത്തില്ലേ. കാരണം ഇവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം വെച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഈ വൈഫ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഈ അഖിൽ എൻ.ആർ.ഡിക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് അഫെയർ ഉണ്ട്, അപ്പോൾ അതൊന്നും താങ്ങാനാവാത്തത് കൊണ്ട് അവനെ ഉപേക്ഷിക്കണം, അവൻ്റെ കൂടെ കഴിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരാളോടൊപ്പം പോവുകയാണ്, എനിക്ക് അയാളുടെ കൂടെ ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയത് ഒരു ബസ് കണ്ടക്ടറും ബസ് ക്ലീനറും ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, അവരുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ അവസ്ഥ വരുമ്പോൾ പെട്ടെന്നൊരു ഒളിച്ചോട്ടത്തിലോട്ടാണോ എല്ലാവരും ചിന്തിക്കുന്നത്? അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലുണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിവിടെ നിയമമില്ലേ? ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് വീഡിയോസിനകത്ത്, നമുക്കിവിടെ നിയമം എന്തിനാ? നോക്കുകുത്തിയായിട്ട് നിൽക്കാനാണോ നിയമം? അല്ല. നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഹെൽപ്പാകാൻ, താങ്ങാകാനും എല്ലാവിധ സഹായവും ചെയ്തു തരാനായിട്ട് നമ്മുടെ നിയമമുണ്ട്. അപ്പോൾ നമുക്ക് ഡിവോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യം കൗൺസിലിംഗ് നടത്താം, കുടുംബക്കാരുമൊക്കെ ആയിട്ട് ഒരു ചർച്ച വെക്കാം. അതൊക്കെ ഒന്ന് അതിലും പറ്റുന്നില്ലെങ്കിൽ കൗൺസിലിംഗ് വെക്കാം. അതിലും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഡിവോഴ്സിലേക്ക് പോകാം. അതിനുശേഷം മറ്റൊരു ലൈഫ് ആണെങ്കിൽ ഓക്കെ. അതുകൊണ്ടാണ്, അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്, ഇങ്ങനെ ഒളിച്ചോടിയത് കൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഇത് ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് കിട്ടേണ്ടത് ഒരു കോണ്ടൻ്റാണ്. അതല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, അപ്പുറത്തെ വീട്ടിൽ അടുക്കളയിൽ നടക്കുന്നത് കാണാൻ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കാണാനും കേൾക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കാതെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കുറച്ച്
പക്വതയോടെ ചിന്തിച്ചൂടെ? ഇന്നത്തെ പെൺകുട്ടികൾക്ക് എന്ത് വിദ്യാഭ്യാസമില്ല? അതോ വിദ്യാഭ്യാസം കൂടിപ്പോയത് കൊണ്ടാണോ? സൗകര്യങ്ങൾ കൂടിപ്പോയത് കൊണ്ടാണോ? ഇപ്പം അയാൾക്ക് മറ്റൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് അഫെയർ ഉണ്ട്, അയാളുമായിട്ട് ഒത്തു പോകുന്നില്ല എങ്കിൽ വേറെ എത്ര കാര്യങ്ങളുണ്ട് ഇതിന് നടപടിയെടുക്കാനായിട്ട്, എത്ര വഴികളുണ്ട്. ഇപ്പം ഈ പറയുന്ന ഒരാളുമായിട്ട് ജീവിക്കണം, അങ്ങനെയും ആകാം. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടൻറ്റ് കൊണ്ടിട്ട് കൊടുക്കുന്ന പോലെയായി. എന്തായാലും വളരെയധികം പുച്ഛം തോന്നുകയാണ് ഇന്നത്തെ തലമുറയോട്. കാരണം വെച്ചാൽ ഒരു പക്വതയും ഒരു ഇതുമില്ലാത്ത രീതിയിലാണ് ഇവർ കാര്യങ്ങൾ നടത്തുന്നത്, കാണിക്കുന്നത്. ഒന്നുകിൽ ഈ അഫെയർ മുന്നേ ഉണ്ടായിരുന്നുവെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടാകുക, ഒളിച്ചോടുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ഇത്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അയാളുടെ ലൈഫ് എന്തിനാണ് നശിപ്പിച്ച്. അപ്പോൾ എന്താണ് ഇവരുടെ ലൈഫിലെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യം ഇതാണ്: അഖിൽ NRDക്ക് മറ്റ് പല സ്ത്രീകളുമായിട്ട് പരസ്ത്രീ ബന്ധങ്ങളുണ്ട്, അയാളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വേറൊരു ബന്ധം വന്നതും അയാളുടെ കൂടെ പോകുന്നതും അതുകൊണ്ടാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ ഒളിച്ചോട്ടം ഒരു ട്രെൻഡാക്കിയിരിക്കുകയാണ്. ഇതിന് മുന്നേയും ഒരു ഒളിച്ചോട്ടം ഒരു ട്രെൻഡായിട്ട് ഓടുന്നുണ്ടായിരുന്നല്ലോ, കുറച്ചധികം ഓട്ടം ഉണ്ടായിരുന്നു അതിന്. കാരണം വെച്ചാൽ ഈ ഷഹാലയോ എന്തോ അങ്ങനെ ഒരു പറയുന്ന ഒരു സ്ത്രീ ഒളിച്ചോടിയതിനെ കുറിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അഖിൽ NRD അത് പ്രമുഖ ഒരു യൂട്യൂബറാണ്, കോണ്ടൻറ് ക്രിയേറ്ററാണ്. ഇവരെല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടുപേരും. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഇത് കൂടും. അപ്പോൾ എന്തായാലും ഈ ഒളിച്ചോടുന്ന പെണ്ണിനോടാണേലും ആണിനോടാണേലും പറയാനുള്ള, ഭാര്യയുള്ളവർ ഭർത്താവുള്ളവർ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടുമ്പോൾ ദയവ് ചെയ്ത് ഈ നാട്ടിലെ നിയമം വെറുതെ അല്ല. നിങ്ങൾ ആ നിയമം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ നിയമത്തിൻ്റെ വഴിയിൽ നിങ്ങൾ പോവുക, നേരെ പോവുക. സമൂഹ മാധ്യമങ്ങളിൽ ഒരു ആഘോഷമാക്കാനായിട്ട് ഒരു കോണ്ടൻറ് ഇട്ട് കൊടുക്കാതെ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് നല്ല അന്തസ്സായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷൻ വേണം എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് ചിരിക്കാനും മറ്റുള്ളവർക്ക് കോണ്ടൻറ് ഉണ്ടാക്കാനുമായിട്ട് ഒരു വസ്തുവാകാതെ നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൊടുത്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. പെണ്ണുങ്ങളുടെ ഫോട്ടോയ്ക്ക് ലൈക്ക് പണ്ണ മാട്ടേൻ, ഇനി മുതൽ ഞാൻ വായി നോക്ക മാട്ടേൻ, പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അനപ്പ മാട്ടേൻ, പെണ്ണുങ്ങൾക്ക് റിക്വസ്റ്റ് അയക്ക മാട്ടേൻ, പെണ്ണുങ്ങളെ നോക്കി വെള്ളം ഇറക്ക മാട്ടേൻ. ഇത് സത്യോ സത്യോ സത്യോ.